പിന്നെ മണ്ണെണ്ണ ഒഴിക്കുക, അതുപോലെ ചെറിയ വൈസിമെൻ്റൊക്കെ ഇട്ട് അടക്കുക. അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്. വീട്ടിൽ ചിതലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പെസ്റ്റിംഗ് കേരള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഒട്ടുമിക്ക വീടുകളിലുമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ചിതൽ എന്ന് പറയുന്നത് അല്ലേ. ചിതൽ ശരിക്കും വീടിനെ മൊത്തം കാർന്ന് തിന്ന് കളയും. ആ രീതിയിലാണ് ഒരിക്കൽ കയറി കഴിഞ്ഞുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അത് എൻ്റെ വീട്ടിലും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് പെസ്റ്റിംഗ് കേരള ഇവിടെ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇവർ ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോവാം. പെസ്റ്റിംഗ് കേരള കമ്പനിയുടെ ആൾക്കാർ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പണിയല്ലല്ലോ. തൽഹേനെയായിരുന്നു ഞാൻ വിളിച്ചത്. തൽഹ, നമസ്കാരമുണ്ട്. നമസ്കാരം. വലിയ സന്തോഷമുണ്ട് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഇത് ശരിക്കും ഈ ഒരു ചെതൽ വരാനുള്ള കാരണം എന്താ? ചെതൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ പിന്നെ വുഡിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, മരത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ജനല കട്ടില ഇതിൽ നിന്നാണ് വരുന്നത്. അവിടെ കൂടുതൽ കാണുന്നത് അവിടെയാണ് കാണുന്നത്. അതൊന്ന് സ്പ്രെഡായിട്ട് ചുമരിലേക്ക് സ്പ്രെഡാവും. ചുമര് നാശമായി പോകും. അതുപോലെ തന്നെ തറയുടെ അടിയിൽ മണ്ണിന്റെ ഭാഗങ്ങളൊന്നായിട്ട് അവിടെ നിന്ന് വരാനുള്ള സാധ്യത. ഇത് ശരിക്കും ചുമരിലേക്ക് കയറി ചുമരും മോശമാക്കും. തീർച്ചയായിട്ടും അതാ പറഞ്ഞ ചുമര് പിന്നെ വിണ്ട് ചുമരിന്റെ ഭാഗങ്ങൾ പല ഭാഗങ്ങളും പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. കല്ലൊക്കെ ഇടങ്ങാറായി കളി. തീർച്ചയായിട്ടും കല്ലൊക്കെ നമ്മൾ പുറമേ കാണുന്ന ചെറിയ പാർട്ടല്ല. ഒരിക്കലും അല്ല. ചെതല് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാത്തൊരു വസ്തുവാണ്. അതൊരു കോളനി പോലെ രൂപപ്പെട്ട് ഒരു വീട്ടിൽ തന്നെ ചെതല് വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 10 വർഷമെങ്കിലും ആ വീട്ടിൽ നിലനിൽക്കും. 10 വർഷം ആകുമ്പോഴത്തേന് വീടിന്റെ കാര്യം ഏകദേശം തീരുമാനം ആവശ്യം. അങ്ങനെ ഞാൻ 10 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. വീട് തീരുമാനമാവും. അപ്പൊ അതിന് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു പിന്നെ ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. അല്ല, ഇതിപ്പോ വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മുന്നേ ചെയ്യാനുള്ള സാധ്യത? ഏറ്റവും നല്ലത് മുന്നേ ചെയ്യുന്നതാണ്. അതായത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. തേക്കുന്നതിന് മുമ്പ് അങ്ങനെ ട്രീറ്റ്മെന്റ് വീട് എടുക്കുമ്പോൾ തന്നെ. ഓ, അത് ശരി. അതാണ് ഏറ്റവും ബെറ്റർ സമയം. അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ ഒരു പഴയ വീടുണ്ട്, കുറച്ച് മുന്നേ വർഷം മുന്നേ ഉള്ള ഒരു വീടാണ്. ഇതിപ്പോ നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം എന്തൊക്കെയാണ്? നമ്മൾ ചെയ്യുന്നത് പിന്നെ ചുമരിന്റെ താഴ്ഭാഗത്തായിട്ട് ഓരോ അടി വിട്ടിട്ട് ഡ്രില്ല് ചെയ്യും. തറയുടെ മേലക്കും ചുമരിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടും ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഓരോ അടി വിട്ടിട്ട് ഡ്രില്ല് ചെയ്യും. അതിനുശേഷം അതിൽ മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഡ്രില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രില്ല് ചെയ്യുമ്പോൾ വീട്ടിൽ ചുമരിന് പ്രശ്നമാവുമോ? ഒരിക്കലും ഇല്ല. ചുമരിന്റെ ചെതല് വന്നിട്ട് ചുമരില്ലാതായി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ? അത് കറക്റ്റാണ്. ചുമര് പൂർണ്ണമായിട്ട് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ? അല്ല, ഇത് ഡ്രില്ല് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ലല്ലോ. ഓരോ കല്ലിൽ നമ്മൾ ഓരോ ഹോൾ എന്നുള്ള ലെവലിക്ക് ഈ ഹോൾ ചെയ്താൽ പിന്നെ വൃത്തികേടായിരിക്കും. നിങ്ങൾ അത് കറക്റ്റ് അത് നമ്മൾ പിന്നെ ഹോൾ ചെയ്തതിന് ശേഷം മെഡിസിൻ കൊടുത്തതിന് ശേഷം 3 റൗണ്ട് മെഡിസിൻ നമ്മൾ കൊടുക്കും. മെഡിസിൻ നിങ്ങൾ പ്രത്യേക അത് വേറെ തന്നെ ഒരു മെഡിസിൻ? അതെ, അതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. അത് അതിൽ നമ്മൾ ഈ ഓരോ ഹോൾ ചെയ്യുന്നത് കുത്തനെയാണ് ഡ്രില്ല് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഈ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചോക്ക്? അതെ, നമ്മൾ സാധാ ചോക്കില്ലേ, നമ്മൾ സ്കൂളൊക്കെ പഠിക്കും. അതെ, ആ സാധനം തന്നെയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ പിന്നെ ചുമരിൽ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ കൂറച്ചോക്ക് എന്നൊക്കെ പറയില്ല, അതിൽ വെറും ചോക്ക് മാത്രം, ചോക്കയിൽ മെഡിസിൻ മാത്രം ഇഞ്ചെക്ട് ചെയ്തിട്ട് അങ്ങനെ നിലനിർത്തുകയാണ്. നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളെ ചോക്ക്. ശേഷം നമ്മൾ പിന്നെ പുട്ടിട്ടിട്ട് കവർ ചെയ്യുന്നുണ്ട്. വൃത്തിയാക്കിയിട്ടേ പോവുള്ളൂ. ഇല്ലല്ല, വൃത്തികേടാക്കില്ല. കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ആ പൊടിയും മണ്ണൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് മൊത്തം വൃത്തിയാക്കിയിട്ട് നമ്മൾ പോകുള്ളൂ. ഇതിപ്പോ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ വരാനുള്ള സാധ്യത ഉണ്ടോ? പിന്നെ വരാനുള്ള സാധ്യത കുറവാണ്. അതെ, തീർച്ചയായിട്ടും കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ഇതിൽ പഴയ വീടുകൾക്ക് 5 വർഷം മുതൽ 10 വർഷം വരെ കൊടുക്കുന്നുണ്ട്. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. റീവർക്ക് വീണ്ടും അവർ തന്നെ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. നമ്മളെ അതായത് ചെതൽ വന്നിട്ടല്ല, അല്ലാതെ തന്നെ ഒരു 5 വർഷം ഗ്യാരണ്ടി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം അവർ 5 വർഷം ആകുമ്പോൾ ഒന്ന് ചെയ്യിപ്പിക്കും. ഈ 5 വർഷം കൊണ്ട് തന്നെ പിന്നെ അത് വരണം? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് ഇതുവരെ ഒരു പരാതി നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ടെൻഷൻ ഉണ്ടാവില്ല? ഇല്ല. നിങ്ങളിപ്പോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്? ഒരിക്കലും ഇല്ല. നമ്മളെ ഗവൺമെന്റ് അംഗീകൃത മെഡിസിനാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുന്നു? ഒരിക്കലും ഇല്ല. നമ്മൾ ഈ മരുന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കിച്ചൺ ഉപയോഗിക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. പ്രശ്നമൊന്നുമില്ല? ഇല്ല, ഒരു പ്രശ്നമില്ല. ചെതലിന് മാത്രമാണ് ഇതിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ പണിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. ആ ഒരു സൈഡ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ചെതലിന് മാത്രമാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്? ചെതലിന് മാത്രമല്ല, നമ്മൾ ഉറുമ്പ് പ്രാണികൾക്ക് കൂടി ഒരു പരിഹാരമാണ് നമ്മളെ ഈ മെഡിസിൻ. അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ഒരു വുഡിന് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. വുഡിന് നമ്മൾ അതായത് പിന്നെ കട്ടിലും ജനലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ അല്ല, സെപ്പറേറ്റ് ആയിട്ട് വുഡിന് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കിച്ചണിലെ കബോർഡ്, മറ്റുള്ള സംഗതികളൊക്കെ, അതായത് വുഡിൽ വരുന്ന മരത്തിൽ വരുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ
ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഉറുമ്പുകൾ പ്രാണികളൊക്കെ ശല്യം ഏറെക്കുറെ നിന്ന് കിട്ടും. കുറെ കാലത്തിന് ശല്യം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവും. വലിയൊരു പ്രശ്നം കേട്ടോ. ശരി, നമുക്ക് ഭക്ഷണ സാധനമൊക്കെ ശരിക്കും ഉണ്ടാക്കി നോക്കാം ചില ടൈമിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. ഒത്തിരി പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി പേരോട് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് പലരും പറയാത്തതാണ്. ഇത് ഇങ്ങനെ എന്താ പറയുക, ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഒത്തിരി പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ എന്റെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കുന്നത്. ആർക്കെങ്കിലും ഗുണം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെ ഇത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. എവിടെയാണ്? എല്ലാ സ്ഥലങ്ങളും, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് ബന്ധപ്പെട്ട ഏത് സൈറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കുന്നവർക്ക് വിളിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പെസ്റ്റ് കൺട്രോൾ സർവീസ് തന്നെയാണ് ഈ ചെതലിനൊരു പരിഹാരമുള്ളൂ. ഇപ്പോൾ ചില വീടുകളിൽ ചില ആൾക്കാർ പിന്നെ മണ്ണെണ്ണ ഒഴിക്കുക, അതുപോലെ ചെറിയ വൈസിമെന്റ് ഇട്ട് അടക്കുക, അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും ഒരു പരിഹാരം എങ്ങനെ ഞാനും ചെയ്തു ചെറിയ ചെറിയ പരിപാടികൾ. അതാണ് പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ല. ഒരു ഗുണമില്ലേ, കാരണം ചുമരിൽ ഇത് ചെതല് നിലനിൽക്കുകയാണ്. ഒരുപാട് ചെതല് നിലനിൽക്കുകയാണ്. ഒരു കോളനി പോലെ രൂപപ്പെട്ട് നിൽക്കും. നമ്മളെ പുറമേയുള്ളതിന് മാത്രം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നില്ല. ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ചുമരിനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് ഈ പറഞ്ഞ പോലെ 5 വർഷം 10 വർഷം വരെ ഈ ചെതലിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയുള്ളൂ. ഇനി അറിയാനുള്ളത്, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസാണ്. പ്രൈസ് വരുന്നത് സ്ക്വയർ ഫീറ്റ് 12 രൂപയാണ് വരുന്നത്. സ്ക്വയർ ഫീറ്റ്? അതെ, സ്ക്വയർ ഫീറ്റ് 12 രൂപയുള്ളൂ വരുന്നത്. ഓക്കെ, സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കണക്ക് കൂട്ടും? അതെ, സ്ക്വയർ ഫീറ്റ്. അങ്ങനെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ ചുറ്റളവ്, അതായത് പ്ലിന്ത് ഏരിയ അപ്സ്റ്റെയറുള്ള വീടാണെന്നുണ്ടെങ്കിൽ മേലെ കൂട്ടില്ല, താഴ്ഭാഗം മാത്രം. കാരണം താഴ്ന്നാണ് ഇതിന്റെ ഫോഴ്സ് കംപ്ലീറ്റ് വരിക ചെതലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ താഴെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ചുറ്റളവ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ തൽഹാ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ, വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രാവിലത്തെ നിങ്ങൾ ഡ്രില്ലൊക്കെ കാട്ടി ഞാൻ വല്ലാതെ പേടിച്ചു പോയി. കംപ്ലീറ്റ് എന്താ പറയാ, ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പോവുക ചെയ്യാന്നൊക്കെ പേടിച്ചു പോയില്ല. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ മൊത്തം പൊട്ടിയൊക്കെ ഇട്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ആക്കി വെച്ചു. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്ത് അതിൽ മെഡിസിൻ കൊടുത്ത് ചോക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ അത് വൃത്തിയായിട്ട് തന്നെ നമ്മളത് ക്ലീൻ ആക്കിയിട്ടുണ്ട്, പൊട്ടിയിട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ചുമരിന് മറ്റ് വൃത്തികേടുകളൊന്നും ഇല്ലാതെ തന്നെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെയിന്റ് ഒക്കെ അടിച്ചു പെയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നറിയാം. വൈറ്റ് ആയതുകൊണ്ട് വല്ലാതെ അറിയണമെന്നില്ല, എന്നാലും ചെറിയ ചെറിയ ഹോളുകൾ ആയതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ അത് മാത്രം അടിച്ചു പോകുകയും ചെയ്യും. പുതിയ വീടുകളിലൊക്കെ ആണെങ്കിൽ. ഓക്കെ, എന്തായാലും വലിയ സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും നല്ല പണിയെടുത്തു അല്ലേ നിങ്ങൾ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ശരിക്കും നിങ്ങളുടെ വർക്ക് കറക്റ്റാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ആത്മാർത്ഥത്തോടു കൂടി തന്നെ എങ്ങനെയെങ്കിലും ചെയ്തു പോവുക എന്നുള്ളത് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിലും വലിയൊരു സന്തോഷമുണ്ട്. എന്തായാലും ഈ നിങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നവരോട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, എന്തായാലും ഒത്തിരി പേര് ഇപ്പം തന്നെ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ 1-2 പേര് വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെസ്റ്റിന്റെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഷൂട്ടും ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്പറിന് ചോദിച്ചിട്ടുണ്ട്. അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ വിളിച്ച് സംസാരിച്ചോളൂ. പെസ്റ്റിംഗ് കേരളയുടെ വർക്ക് നന്നായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. രാവിലെ വന്നു വൈകുന്നേരം വരെ കൃത്യമായിട്ട് വർക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് മരുന്ന്. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഇപ്പം ഉള്ള ആ ചെതൽ നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ എത്രത്തോളം അത് നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. വരും വർഷങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും. അതേപോലെ തന്നെ ചിലർ ഈ ചിതൽ വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് കൂട്ടുമല്ലോ. ഞാനും അതുപോലെ പലതും ചെയ്തു നോക്കിയിട്ടുണ്ട്. നല്ല രീതിയിലായതിനു ശേഷമാണ് ഞാൻ ഇവരെ വിളിച്ചതും ഈ ഒരു വർക്ക് ഇവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതും. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ തന്നെ ഇതിനെ പരിഹരിക്കാൻ പറ്റും. ഇന്ന് മിക്ക വീടുകളിലുമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശരിക്കും ചിതൽ എന്ന് പറയുന്നൊരു പ്രശ്നം. ഇത് ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കട്ടില എടുത്തിട്ട് മാറ്റിയിട്ട് പുതിയത് വെക്കും. ഈ പൂർണ്ണമായിട്ടും ഈ ചിതലിനെ മാറ്റാതെ എന്തായാലും ചുമരിലും ഈ ഒരു ചിതൽ വലിയ രീതിയിൽ ഉണ്ടാവുന്ന പറഞ്ഞത്. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാലും ആ കട്ടിലയിലേക്ക് വീണ്ടും ഈ ചുമരിന്ന് ഈ ചിതൽ കയറിയിട്ട് അടുത്ത കട്ടിലയും നശിപ്പിച്ച് കളയും. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട്, ശരിക്കും ചെറിയൊരു പ്രശ്നമല്ല, കാണാൻ അത്രേ ഉള്ളൂ എങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും ഈ ചിതൽ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിനുള്ള കാര്യങ്ങൾ ഇപ്പം പ്രിക്കോഷനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു വീട് എടുക്കുന്നതിന് മുന്നേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടെൻഷനൊന്നും ഇല്ല എന്നാണ് തൽഹ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.